ഇയ്യോബ് 32 അധ്യായം. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അപ്പോൾ രാം വംശത്തിൽ ബൂസ്യനായ ബറഖേലിൻ്റെ മകൻ എലീഹൂവിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തേക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിൻ്റെ നേരെ അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിൻ്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായിക കൊണ്ട് അവരുടെ നേരെയും അവൻ്റെ കോപം ജ്വലിച്ചു. എന്നാൽ അവർ തന്നേക്കാൾ പ്രായമുള്ളവരാകൊണ്ട് എലീഹു ഇയ്യോബിനോട് സംസാരിപ്പാൻ താമസിച്ചു. ആ 3 പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലീഹുവിൻ്റെ കോപം ജ്വലിച്ചു. അങ്ങനെ ബൂസ്യനായ ബറഖേലിൻ്റെ മകൻ എലീഹു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും വയോധിക്യം ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. പ്രായം ചെന്നവരത്രേ ജ്ഞാനികൾ എന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ, ഞാനും എൻ്റെ അഭിപ്രായം പ്രസ്താവിക്കാം. ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞ് കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു. ഇയ്യോബിന് ബോധം വരുത്തുവാനോ അവൻ്റെ മൊഴികൾക്കുത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല. ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു, മനുഷ്യനല്ല ദൈവമത്രേ അവനെ ജയിക്കുമെന്ന് നിങ്ങൾ പറയരുത്. എൻ്റെ നേരെയല്ലല്ലോ അവൻ തൻ്റെ മൊഴികളെ പ്രയോഗിച്ചത്. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല. അവർ പരിഭ്രമിച്ചിരിക്കുന്നു, ഉത്തരം പറയുന്നില്ല. അവർക്ക് വാക്കുമുട്ടിപ്പോയി. അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു. അവർ സംസാരിക്കായികയാൽ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു, എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എൻ്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു, അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. എൻ്റെ വിമ്മിഷ്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും, എൻ്റെ അധരം തുറന്ന് ഉത്തരം പറയും. ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കുകയില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. അധ്യായം 33. എങ്കിലോ ഇയ്യോബേ, എൻ്റെ ഭാഷണം കേട്ടുകൊള്ളുക, എൻ്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക. ഇതാ ഞാനിപ്പോൾ എൻ്റെ വായ് തുറക്കുന്നു, എൻ്റെ വായിൽ എൻ്റെ നാവ് സംസാരിക്കുന്നു. എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും. എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിവാദിക്കാം, സന്നദ്ധനായി എൻ്റെ മുമ്പാകെ നിന്നുകൊള്ളുക. ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ, എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല, എൻ്റെ ഘനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല. ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ, ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ, ഞാൻ നിർദോഷി, എന്നിൽ അകൃത്യവുമില്ല. അവൻ എൻ്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു, എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു. അവൻ എൻ്റെ കാലുകളെ ആമത്തിലിടുന്നു, എൻ്റെ പാതകളെ ഒക്കെയും സൂക്ഷിച്ചു നോക്കുന്നു. ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം, ഇതിൽ നീ നീതിമാൻ അല്ല, ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. നീ അവനോട് എന്തിനു വാദിക്കുന്നു? തൻ്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു. തൻ്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു, അവൻ്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് അവൻ്റെ ജീവൻ അപ്പവും അവൻ്റെ പ്രാണൻ സ്വാദുഭോജനവും വെറുക്കുന്നു. അവൻ്റെ മാംസം ക്ഷയിച്ച് കാൺമാനില്ലാതെയായിരിക്കുന്നു, കാൺമാനില്ലാതിരുന്ന അവൻ്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു. അവൻ്റെ പ്രാണൻ ശവക്കുഴിക്കും അവൻ്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു. മനുഷ്യനോട് അവൻ്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ ഒരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ അവനു വേണ്ടി ഉണ്ടെന്ന് വരികിൽ
അവൻ അവങ്കൽ കൃപ വിചാരിച്ച് കുഴിയിൽ ഇറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാൻ ഒരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അവൻ്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും. അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവൻ അവങ്കൽ പ്രസാദിക്കും. തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും. അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും. അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടിപ്പറയുന്നത്, ഞാൻ പാപം ചെയ്ത് നേരായുള്ളത് മറിച്ചു കളഞ്ഞു, അതിന് എന്നോട് പകരം ചെയ്തിട്ടില്ല. അവൻ എൻ്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം രക്ഷിച്ചു. എൻ്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു. ഇതാ, ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു. അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ. ഇയ്യോബേ, ശ്രദ്ധ വെച്ച് കേൾക്ക, മിണ്ടാതെ ഇരിക്കുക, ഞാൻ സംസാരിക്കാം. നിനക്ക് ഉത്തരം പറവാനുണ്ടെങ്കിൽ പറക, സംസാരിക്ക. നിന്നെ നീതീകരിപ്പാൻ ആകുന്നു എൻ്റെ താല്പര്യം. ഇല്ലെന്ന് വരികിൽ നീ എൻ്റെ വാക്ക് കേൾക്ക, മിണ്ടാതിരിക്ക, ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാം. അധ്യായം 34. എലിഹു പിന്നെയും പറഞ്ഞതെന്തെന്നാൽ, ജ്ഞാനികളെ എൻ്റെ വചനം കേൾപ്പിൻ, വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവിൻ. അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു. ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഞാൻ നീതിമാൻ, ദൈവം എൻ്റെ ന്യായം തള്ളിക്കളഞ്ഞു. എൻ്റെ ന്യായത്തിനെതിരെ ഞാൻ ഭോഷ്കു പറയണമോ? ലംഘനം ഇല്ലാഞ്ഞിട്ടും എൻ്റെ മുറിവ് പൊറുക്കുന്നില്ല എന്നിങ്ങനെ ഇയ്യോബ് പറഞ്ഞുവല്ലോ. ഇയ്യോബിനെ പോലെ ഒരാളുണ്ടോ? അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു. അവൻ ദുഷ്പ്രവൃത്തിക്കാരോട് കൂട്ടുകൂടുന്നു, ദുർജനങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നു. ദൈവത്തോട് രഞ്ജനയായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ. ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. ഓരോരുത്തന് അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല നിശ്ചയം. സർവശക്തൻ ന്യായം മറിച്ചു കളയുകയുമില്ല. ഭൂമിയെ അവങ്കൽ ഭരമേൽപ്പിച്ചതാർ, ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാർ. അവൻ തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വച്ചെങ്കിൽ, തൻ്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കി എടുത്തെങ്കിൽ, സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക, എൻ്റെ വചനങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളുക. ന്യായത്തെ പകയ്ക്കുന്നവൻ ഭരിക്കുമോ? നീതിമാനും ബലവാനുമായവനെ നീ കുറ്റം വിധിക്കുമോ? രാജാവിനോട് നീ വഷളനെന്നും പ്രഭുക്കന്മാരോട് നിങ്ങൾ ദുഷ്ടന്മാർ എന്നും പറയുമോ? അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം എടുക്കുന്നില്ല, ദരിദ്രനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല. അവരെല്ലാവരും തൃക്കൈയുടെ പ്രവൃത്തിയല്ലോ. പെട്ടെന്ന് അർദ്ധരാത്രിയിൽ തന്നെ അവർ മരിക്കുന്നു. ജനം കുലുങ്ങി ഒഴിഞ്ഞു പോകുന്നു. കൈ തൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു. അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേൽ ഇരിക്കുന്നു. അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചു കൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്ധതമസ്സുമില്ല. മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവനിൽ അധികം ദൃഷ്ടി വെപ്പാൻ ആവശ്യമില്ല. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്തു കളയുന്നു. അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു. അങ്ങനെ അവൻ അവരുടെ പ്രവൃത്തികളെ അറിയുന്നു. രാത്രിയിൽ അവരെ മറിച്ച് കളഞ്ഞിട്ട് അവർ തകർന്നു പോകുന്നു. കാണികൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് അവൻ അവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു. അവർ എളിയവരുടെ നിലവിളി അവൻ്റെ അടുക്കൽ എത്തുവാനും പീഡിതന്മാരുടെ നിലവിളി അവൻ കേൾപ്പാനും തക്കവണ്ണം അവനെ ഉപേക്ഷിച്ച് പിന്മാറിക്കളയുകയും അവൻ്റെ വഴികളെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തുവല്ലോ. വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും ജനത്തെ കുടുക്കുവാൻ ആരും ഇല്ലാതിരിക്കേണ്ടതിനും അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആർ അവനെ കാണും? ഞാൻ ശിക്ഷ സഹിച്ചു, ഞാൻ ഇനി കുറ്റം ചെയ്യുകയില്ല. ഞാൻ കാണാത്തത് എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ മുഷിഞ്ഞതുകൊണ്ട് അവൻ നിന്റെ ഇഷ്ടം പോലെ പകരം ചെയ്യണമോ? ഞാനല്ല, നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതല്ലോ. ആകയാൽ നീ അറിയുന്നത് പ്രസ്താവിച്ചു കൊള്ളുക. ഇയ്യോബ് അറിവില്ലാതെ സംസാരിക്കുന്നു,
അവൻ്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന് വിവേകമുള്ള പുരുഷന്മാരും എൻ്റെ വാക്ക് കേൾക്കുന്ന ഏത് ജ്ഞാനിയും എന്നോട് പറയും. ഇയ്യോബ് ദുഷ്ടന്മാരെ പോലെ പ്രതിപാദിക്കൊണ്ട് അവനെ ആദിയോടന്തം പരിശോധിച്ചാൽ കൊള്ളാം. അവൻ തൻ്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു. അവൻ നമ്മുടെ മധ്യേ കൈകൊട്ടുന്നു. ദൈവത്തിന് വിരോധമായി വാക്ക് വർദ്ധിപ്പിക്കുന്നു. അധ്യായം 35. എലീഹു പിന്നെയും പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ നീതി ദൈവത്തിൻ്റെതിലും കവിയുമെന്ന് നീ പറയുന്നു. ഇത് ന്യായം എന്ന് നീ നിരൂപിക്കുന്നുവോ? അതിനാൽ നിനക്ക് എന്തു പ്രയോജനമെന്നും ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് എനിക്ക് എന്തുപകാരം എന്നും നീ ചോദിക്കുന്നുവല്ലോ. നിന്നോടും നിന്നോട് കൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യുത്തരം പറയാം. നീ ആകാശത്തേക്ക് നോക്കിക്കാണുക, നിനക്ക് മീതെയുള്ള മേഘങ്ങളെ ദർശിക്കുക. നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു? നിന്റെ ലംഘനം പെരുകുന്നതിനാൽ നീ അവനോട് എന്തു ചെയ്യുന്നു? നീ നീതിമാനായിരിക്കുന്നതിനാൽ അവന് എന്തു കൊടുക്കുന്നു? അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെപ്പോലെയുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു. പീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു. മഹാന്മാരുടെ ഭുജം നിമിത്തം അവർ നിലവിളിക്കുന്നു. എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെ എന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. അവിടെ ദുഷ്ടന്മാരുടെ അഹങ്കാരം നിമിത്തം അവർ നിലവിളിക്കുന്നു, എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല. വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കുകയില്ല, സർവശക്തൻ അത് വിചാരിക്കുകയുമില്ല നിശ്ചയം. പിന്നെ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? വ്യവഹാരം അവൻ്റെ മുമ്പിൽ ഇരിക്കിയാൽ നീ അവനായി കാത്തിരിക്കുക. ഇപ്പോഴോ അവൻ്റെ കോപം സന്ദർശിക്കായിക കൊണ്ടും അവൻ അഹങ്കാരത്തെ അധികം ഗണ്യമാക്കായിക കൊണ്ടും ഇയ്യോബ് വൃഥാ തൻ്റെ വായ് തുറക്കുന്നു, അറിവ് കൂടാതെ വാക്ക് വർദ്ധിപ്പിക്കുന്നു.